പാകം ചെയ്യുന്ന അടുപ്പിന് തെടപ്പള്ളിയിലെ അടുപ്പും കോവിലകത്തെ അടുപ്പും ഒരുപോലെയാണ്. ഇവിടെ ഒരുപാട് വിറക് കത്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ വെണ്ണീര് അങ്ങനെയൊന്നും കാണാറില്ല. ശകലം ഉണ്ടാവും, ബാക്കി വെണ്ണീര് എവിടെ പോകുന്നത് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ശ്രീ പത്മനാഭൻ നായർ, കോവിലകം പത്മനാഭൻ നായരാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാര്യത്ത് കൈക്കോളന്മാർ, അവരാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വിഭാഗം എന്ന് കേട്ടിരിക്കുന്നു. അവരെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പയ്യന്നൂരിനടുത്ത് കാങ്കോൽ കപില മഹർഷി യാഗത്തിലിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നു. അവിടുന്ന് ഉള്ള ആൾക്കാർ അവകാശി കാര്യത്ത് കൈക്കോളൻ, അവിടുത്തെ പൊതുവാൾ നമ്പ്യാർ എന്നില്ല ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന ചില അടിയന്തര കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണ് കാര്യത്ത് കൈക്കോളൻ. കോവിലകം കയ്യാലയിൽ അവർക്ക് ഒരു കയ്യാലയുണ്ട്. ആ കയ്യാലയിലാണ് അമ്പലത്തിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കലും അടിയന്തരാദികളൊക്കെ ചെയ്യാനുള്ള അവകാശവും. കാര്യത്ത് കൈക്കോളൻ എന്ന് പറഞ്ഞ് ഇവിടുത്തെ നമ്മളെ നയിക്കുന്ന ഒരു മൂപ്പൻ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചടങ്ങിനും ഇളനീർ വെപ്പ്, അതുപോലെ നെയ്യാട്ടത്തിന് വരേണ്ടതിൽ കാര്യത്ത് കൈക്കോളന്മാരാണ് ഇവിടെ വന്ന് ആദ്യം നിൽക്കേണ്ടത്. അവരെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇളനീര് ചെത്തുന്നതിലും അവരുണ്ട്. ഇപ്പോൾ ഇവിടെ ഇളനീര് ചെത്തുന്നതിലും കാര്യത്ത് കൈക്കോളന്റെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഈ ഇളനീരാട്ടത്തിന് മുൻപായിട്ട് വീരഭദ്രൻ എത്തുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ആ ഒരു ചടങ്ങിന് ഈ കോവില കയ്യാലയിൽ മാത്രം എല്ലാവരും അടങ്ങി ഒതുങ്ങി ആ റൂമിനകത്ത് ഈ വീരഭദ്രൻ എന്ന് പറഞ്ഞ ആ ദൈവത്തെ നമുക്കായും കണ്ടുകൂടാ. ഇവിടെ അവർ ഒച്ചപ്പാടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് എല്ലാം തച്ച് പൊളിക്കുന്ന ഒരു ആംഗ്യം കാണിക്കുക മാത്രം, ഒന്നും ചെയ്യില്ല. അവർ ഇറങ്ങിപ്പോന്നവരെ നമുക്ക് അവരെ കണ്ടു, ആ ദൈവത്തെ നമുക്ക് കണ്ടുകൂടാ. വീരഭദ്രൻ എന്ന ദൈവം അങ്ങനെയാണ്. ആ സമയത്ത് ലൈറ്റൊക്കെ ഓഫാക്കും. അതിനുശേഷം വീരഭദ്രൻ എന്ന ദൈവം താഴെ ഇറങ്ങി അവരെ ആ ചടങ്ങ് കഴിയുന്നതിന് ശേഷമേ ലൈറ്റ് ഓൺ ചെയ്യാറുള്ളൂ. അപ്പം നമുക്ക് അവരെ ഒന്ന് കണ്ടുകൂടാ, ബാക്കി എല്ലാവരും അവരെ നോക്കി നിൽക്കും. ഈ അടുക്കളയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ അവരെ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ട്. എന്തെങ്കിലും അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ സാധനവും ഓട്ടുപാത്രമായിട്ട് ഏത് പാത്രങ്ങളും എടുത്തു പോവും. അപ്പം അത് അവരെ അവകാശമാണ്. അത് കൊണ്ടുപോയാൽ അവർക്ക് നമുക്കത് തിരികെ തരൂല്ല എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ പോയിട്ട് നമുക്ക് വലിയ പാത്രങ്ങളിൽ വേണ്ടപ്പെട്ട ഒരു സാധനം, അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്ത് നമ്മളത് തിരിച്ചു വാങ്ങും. അങ്ങനെയാണ്. അവരെടുത്തുകൊണ്ട് പോകാൻ നമ്മൾ കരുതി വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഉപ്പ്, പുളി, പഴം, തേങ്ങ, എന്തെങ്കിലും വെള്ളരിക്ക, പച്ചക്കറികളൊക്കെ അതൊക്കെ അവിടെ വിലയില്ലാത്ത സാധനങ്ങൾ വെക്കും. അഥവാ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എന്താ പിന്നെ ദേവസ്വത്തിനോട് ചോദിക്കേണ്ടി വരുമോ? അങ്ങനെ പോകാറില്ല, അവർക്കും അറിയാം. കുറച്ച് എന്തെങ്കിലും അവരെടുത്ത് വെക്കും. വലിയ വലിയ സാധനങ്ങൾ അങ്ങനെ വെക്കൂല. മുമ്പേ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അതായത് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഇവിടെ പാകം ചെയ്യുന്ന അടുപ്പിനൊരു പ്രത്യേകതയുണ്ടല്ലോ ഇതിനകത്ത്. പാകം ചെയ്യുന്ന അടുപ്പിന് തെടപ്പള്ളിയിലെ അടുപ്പും കോവിലകത്തെ അടുപ്പും ഒരുപോലെയാണ്. ഇവിടെ ഒരുപാട് വിറക് കത്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ വെണ്ണീര് അങ്ങനെയൊന്നും കാണാറില്ല. ശകലം ഉണ്ടാവും, ബാക്കി വെണ്ണീര് എവിടെ പോകുന്നത് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. തളിപ്പറമ്പ് രാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യം അതാണ്, അത്രേ പറയാനാവുള്ളൂ. ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് രഹസ്യങ്ങൾ. ഇവിടെ തന്നെ ഒരു മാസം നമ്മൾ നിൽക്കാൻ ഇവിടെ വന്ന് താമസിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. സന്യാസി ഒരു മാസം നമ്മൾക്ക് എവിടെയും പോകാൻ പാടില്ല. പുറത്തുപോയി ഒന്നും ഭക്ഷണം കഴിക്കാനോ. സന്യാസിയാണ് ഒരു മാസം. ആരോടും എതിരായിട്ട് വർത്താനം പറയില്ല. നല്ല വർത്താനം, പെരുമാറ്റം, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വെള്ളം, ദാവജലമൊക്കെ ഇങ്ങനെ കൊടുത്ത് നമ്മൾ അവരെ സേവിക്കും ഒരു മാസം. ഇവിടെ 27 ദിവസമാണ്